ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസീസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചില്ലി ചിക്കൻ ആണ്. വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചില്ലി ചിക്കൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്താലോ? എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കുക, എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് 1 കിലോ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കനും യൂസ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കി നീളത്തിന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ലതായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ റെഡ് ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. റെസ്റ്റോറൻറ്റിൽ കളറിനായിട്ട് അവർ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം, ഓൾ പർപ്പസ് ഫ്ലോർ. ഇതിലേക്ക് ഒരു 2 മുതൽ 3 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കാരണം അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് ചില്ലി ചിക്കൻ. അതേപോലെ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ഐറ്റമാണ് ചില്ലി ചിക്കൻ. സോ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കാനായിട്ട്. ഓയിൽ നല്ല ചൂടാകുമ്പോൾ ഓരോരോ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവൻ എണ്ണയിൽ ചേർത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. പുറം വശം കരിഞ്ഞിട്ട് ഉൾവശം വേവാതെ ഇരിക്കും. ചിക്കനെ വേവിക്കാതെയാണല്ലോ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ചധികം നേരം ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു ഭാഗം നല്ലതായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മറ്റേ വശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ല വെന്ത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ സവാളയും ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും നീളത്തിന് ചെറിയ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും പച്ചമുളകാണെങ്കിലും നീളത്തിനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൈനീസ് ഫുഡ് റെസിപ്പീസൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, എങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ്റെ കളറ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അധികമൊന്നും ചേർക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് കുക്കാകട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. അതേപോലെ ഇത് വെള്ളത്തിൽ നല്ലതായിട്ട് പെട്ടെന്ന് അലിഞ്ഞു ചേരും. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. 1 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചില്ലി പൊറോട്ടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വന്നു. വളരെയധികം സന്തോഷം, കാരണം നിങ്ങൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കട്ട്ലറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വന്നു. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല, എൻ്റെ റെസിപ്പി ഫോളോ ചെയ്തായിരുന്നു, സോ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതേപോലെ ചില്ലി ചിക്കനും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം.